ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 7-ാം വാക്യം. ഈശോ അവളോട്, എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ ഈശോയും സമറിയാക്കാരിയും തമ്മിലുള്ള സംഭാഷണം. അതിലെ ഒരു വാക്യമാണിത്. ഈശോ അവളോട്, എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു. സമറിയാക്കാരി സ്ത്രീയിൽ നിന്ന് സാധാരണ വെള്ളം വാങ്ങി കുടിച്ച് ദാഹം ശമിപ്പിക്കേണ്ട ആവശ്യം ജീവജലം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഈശോയ്ക്ക് ഒരുപക്ഷെ ഇല്ല. അതിനേക്കാൾ ഉപരിയായി ആ സ്ത്രീയെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുക വഴി, ഈശോയ്ക്ക് കുടിക്കാൻ കൊടുപ്പിക്കുന്നത് വഴി, അവൾക്ക് തന്നെ ഒരു അതിസ്വാഭാവികമായ ജീവജലം, അതിസ്വാഭാവികമായ നന്മയും അനുഗ്രഹങ്ങളും ദാനങ്ങളും കൊടുക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒരു തുടക്കകാര്യമായി അവളെ കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചെയ്യിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ എന്തിന് പ്രാർത്ഥിക്കണം, എന്തിന് ദിവ്യബലി അർപ്പിക്കണം, എന്തിന് കൂദാശകൾ സ്വീകരിക്കണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ദിവ്യബലി അർപ്പിച്ചിട്ട് നമ്മൾ അർപ്പിക്കുന്ന ബലിയിൽ ജീവിക്കുന്ന, അത് കിട്ടിയിട്ട് ജീവിക്കുന്ന ഒരാളല്ലല്ലോ ദൈവം. നമ്മൾ ബലി അർപ്പിക്കുന്നത് ആ ദൈവത്തോട് ഒന്നായി ചേരുന്ന ആ ബലി വഴി നമുക്ക് അതിനേക്കാൾ ഉപരിയായ വലിയ അനുഗ്രഹങ്ങളും ദാനങ്ങളും നമ്മിലേക്ക് തന്നെ തിരിച്ച് തരുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിന് എന്തെങ്കിലും ദാഹമോ വിശപ്പോ ശമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ബലികൾ അർപ്പിക്കുന്നത്. മറിച്ച് നമ്മുടെ ബലിയർപ്പണം ദൈവവുമായുള്ള ഒന്നായി ചേരലിൻ്റെ അടയാളമാണെന്നും, ദൈവവുമായി ഒന്നായി ചേർന്നാൽ നമ്മളിലേക്ക് വലിയ ജീവജലത്തിൻ്റെ, ജീവഭക്ഷണത്തിൻ്റെ നന്മകൾ തരാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചനയുമാണത്. അതുകൊണ്ട് നമ്മൾ ഓരോ തവണയും ദിവ്യബലി ഒഴിവാക്കുമ്പോൾ, പ്രാർത്ഥന ഒഴിവാക്കുമ്പോൾ, കൂദാശ സ്വീകരണങ്ങൾ ഒഴിവാക്കുമ്പോൾ നമ്മിലേക്ക് തന്നെ എത്രയോ മടങ്ങായി കിട്ടാനുള്ള സ്വർഗീയ അനുഗ്രഹങ്ങളാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ആമേൻ.